നമ്മൾ ഈ കൊക്കയുടെ ദൂരെയൊക്കെയാണ് കയറി വന്നിട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഫുള്ള് ഇരുട്ടായിരുന്നു, ഒന്നും കാണത്തില്ലായിരുന്നു. അന്നേരം നമുക്കിത് കൊക്കയാന്ന് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇത്ര വെട്ടായപ്പോൾ കാണുന്നുണ്ട് എത്ര വലിയ കുഴിയുടെ സൈഡിൽ കൂടാണ് നമ്മൾ കയറി വന്നതെന്ന്. പക്ഷെ ഇവിടുത്തെ വ്യൂ മോനെ തിരിച്ചിനി അള്ളി പിടിച്ച് പോകണം. എങ്ങനെയാണോ എന്തോ. Vivek is worried about going back. ഇവിടുത്തെ വ്യൂ എന്തോന്നാലും ഒരു രക്ഷയില്ല. ഇറങ്ങട്ടെ അവിടെ. ഈ ഡിസൈൻ്റെ ഭാഗത്താണ് നമ്മൾ ഇങ്ങനൊരു കുറേ കല്ലിൻ്റെ കൂട്ടം കണ്ടേ. അങ്ങനെ കുറേ കല്ലുകളിൽ അടുക്കി വെച്ചേക്കും. ഇത് ഭയങ്കര ഭംഗിയാട്ടോ. ഒരു ഭയങ്കര ബാലൻസ് ആണ്. നമ്മൾ ഈ സാധാരണ ഈ വെള്ളച്ചാട്ടിൻ്റെ അടുത്തും അരുവിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ കല്ലുകൾ വെച്ച് ചെയ്യത്തില്ലേ, അതിൻ്റെ ഒരു വലിയൊരു മാക്സിമൈസ്ഡ് രൂപമാണ് ഈ കാണുന്നത്. ഇനി താഴോട്ട് പോകണം. കല്ലുകളുടെ കൂമ്പാരം. ബാക്കിലുള്ള വ്യൂ കണ്ടു, ഒരു രക്ഷയില്ല. പിന്നെ എങ്ങനെ എങ്ങോട്ട് പോകണം എന്നൊരു വഴി അറിയാം. എന്തായാലും താഴോട്ട് പോയാൽ പറ്റത്തുള്ളൂ. ഓക്കെ ബൈ. ഈ പാറയുടെ മൂലക്കൂടെയൊക്കെയാണ് നമ്മൾ കയറി വന്നോട്ടാ. ഇത് ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര സ്റ്റീപ്പായിട്ട് നമുക്ക് തോന്നണേ. ഇതുവഴിയാണ് കയറി വന്നതെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വന്ന് ഇതിനെ ചുറ്റിയാണ് ഇങ്ങനെയാണ് കയറി വന്നത്. ചേച്ചി ഇറങ്ങി വരികയാണ്. എപ്പോഴും കയറുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ. ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട്. ഹായ് ഗായ്സ്, ഇതാണ് എൻ്റെ ഗ്ലൂക്ലൂസ് പൊടി. ഇതിൽ 80 മധുരമുണ്ട്. നിറയെ ഗ്ലൂക്ലൂസ് പൊടി അവിടെ. ഈ മല നിറച്ച് ഗ്ലൂക്കോസ് പൊടിയാ, ഗ്ലൂക്ലൂസ് പൊടി. ഇതാണ് നമ്മുടെ ഡിസൈനിങ് ട്രാക്ക്. ഭയങ്കര ടഫാട്ടോ, ഇരുന്നൊക്കെ വരണം. കഷ്ടപ്പാടാണ്. താഴോട്ട് ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയൊക്കെയോ ഇരുന്നും കിടന്നൊക്കെയാ താഴോട്ട് ഇറങ്ങുന്നത്. അതാണ് അവസ്ഥ. ഫുൾ മഞ്ഞാട്ടോ, കേട്ടോ, ഫുൾ മഞ്ഞ്. ആരുമില്ല, ഒരു മഞ്ഞ് മല പെട്ടിരിക്കുക. ഇതുണ്ടോ, നല്ല മഞ്ഞ്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ ഗ്ലൂക്കോസ് പൊടി. ഇതിൽ 80 മധുരമുണ്ട്. എന്താ നമ്മുടെ ഗ്ലൂക്കോസ് പൊടി. ഗ്ലൂക്കോസ് പൊടി പറയാം. കുറച്ച് ഗ്ലൂക്കോസ് പൊടി വാരി തിന്നിട്ട് നടന്നാലോ ബാക്കി. ഇത് ഇപ്പോഴങ്ങ് തീരുമെന്ന് തോന്നില്ല. ഹിമക്കൽ എനിക്ക് തോന്നുന്നു മറ്റേ മൈഡിയർ കരടിക്കകത്ത് ഡ്യൂപ്പിട്ട മണിച്ചാണ്ട് പോലെ ഡ്യൂപ്പിട്ട ശ്രീയാന്നു എത്തിയല്ലേ. ശ്രീരാജ് ഒരു കിഴപ്പ് കാണിച്ച് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറകെ നമ്മുടെ ജയേഷ് ഭായ് വരുന്നുണ്ട്, തഴഞ്ഞഴഞ്ഞ് വരുന്നുണ്ട്. ഉണ്ടാക്കാണ് ഒരു നമ്മൾ തന്നെ ഒരു സ്ലൈഡ് ഉണ്ടാക്കി, പക്ഷെ പോരാ, സ്മൂത്ത് ആയിരുന്നു. അത് കുറച്ചുകൂടെ വർക്ക് വേണ്ടി വരും. കേദാർനാഥ് സബ്മിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോവാം. നമുക്ക് വഴി എത്തി. ഇപ്പോൾ ഒരു മഞ്ഞ് മരുഭൂമിയിൽ എത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, ആകെ ഒരു ടെൻറ്റ് കാണാം, വേറൊരു വഴിയില്ല. ബാക്കി മനുഷ്യരെ കാണുന്നില്ല, ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ല. എനിക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നു എനിക്കറിയാൻ പാടില്ല. വല്ലാത്തൊരു നടത്തം തന്നെ. ഇവിടെ കുറേ പേര് ഇങ്ങനെ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തോ ലോക്കി ലവ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൃഷ് എന്നോ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നു എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. മര്യാദയ്ക്ക് വീട്ടിൽ നല്ല ചോറും മീൻവറുത്തയും മുട്ട പൊരിച്ചൊക്കെ തിന്ന് ചോറുണ്ട ഞാനായിരുന്നു. ഇതിപ്പോൾ ഇവിടെ വന്നിട്ടും മഞ്ഞത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രീരാജ് നേരത്തെ സ്ലൈഡ് ഉണ്ടാക്കിയതിൻ്റെ കിഴപ്പിൻ്റെ ബാക്കി ഇതേ വിരല നഖത്തിനകത്ത് വരെ കയറിയെന്ന് തോന്നുന്നു. ഐസ് ഇനി അത് മൊത്തം വൃത്തിയാക്കണം. നമ്മളിപ്പോൾ ഒരു ടീ പോയിന്റ് സെക്കൻഡ് ടീ പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അത് ക്ലീൻ ചെയ്യുവാണ് നമ്മളിപ്പോ. ഷൂസിനകത്തൊന്നും ആയിട്ടില്ല കേട്ടോ. എന്ത് കളിച്ചേ. അപ്പൊ നമുക്ക് പോവാം.